ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർക്കാരുടെയൊക്കെ സ്പെഷ്യലായിട്ടുള്ള തിരുള റൊട്ടിയാണ്. അതിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനായിട്ട് ഞാൻ ബീഫ് കറിയും കൂടിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റുള്ള തിരുള റൊട്ടിയാണ്. ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം. നമ്മുടെ സൽക്കാരങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന അടിപൊളി തിരുള റൊട്ടിയാണ്. ഇതില്ലാത്ത സൽക്കാരമൊന്നും കണ്ണൂരിൽ ഉണ്ടാകാറില്ല. നിങ്ങളൊക്കെ ഇതെന്തായാലും ട്രൈ ചെയ്യണം. തിരുള റൊട്ടിയും ബീഫ് കറിയും കൂടിയും കൂട്ടി കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ഇനി നമ്മുടെ തിരുള റൊട്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് തിരുള റൊട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു പിടി നേരിയരിയും കൂടി എടുത്ത് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഒരു എഗ്ഗ്, നെയ്യ്, ഉപ്പ്, ഏലക്കായി, ഒരു തേങ്ങൻ്റെ പാല്, ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഏലക്കായും നമ്മുടെ മുട്ടയും അതിലേക്ക് ആഡ് ചെയ്ത് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എല്ലാ ബാച്ചും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ കൺസിസ്റ്റൻസിയിൽ കിട്ടണം കേട്ടോ. നമുക്ക് നല്ലവണ്ണം നേർത്തിട്ട് അരിക്കണം കിട്ടാൻ. എന്നാലേ നമ്മുടെ തിരുള റൊട്ടി നല്ല ലെയറായിട്ട് വരികയുള്ളൂ. ഇനി നമുക്കൊരു ഇഡ്ഡലിത്തട്ട് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി വെച്ച് അത് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഇതുപോലത്തെ ഒരു പ്ലേറ്റ് അതിലേക്ക് വെക്കുക. പ്ലേറ്റൊക്കെ നല്ലോണം ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ കോരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഓരോ കോരി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അടച്ചു വെക്കുക. ഇതായിപ്പോൾ ആറി വന്നിട്ടല്ലേ, ഇതുപോലെ ആറി വരണം കേട്ടോ. വീണ്ടും ഒരു ടീസ്പൂണ് ഗീ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒരു കോരി അരി ഒഴിച്ചു കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് വീണ്ടും ഇത് ആറിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഒഴിച്ച് പ്ലേറ്റ് ഫുള്ള് കംപ്ലീറ്റ് ആകുന്നത് വരെ ഒഴിച്ചെടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ലെയറായിട്ട് കഴിക്കാൻ കിട്ടുകയുള്ളൂ. വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. 1 മിനിറ്റ് വേണ്ട ആറിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ആറിക്കിട്ടണം കേട്ടോ. വീണ്ടും നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ പ്ലേറ്റ് ഫുള്ളും ലെയറായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നാൽ ഇത് കട്ട് ചെയ്താൽ നമുക്ക് ലെയറായിട്ട് കിട്ടുകയുള്ളൂ. ഇതാ നമ്മുടെ തിരുള റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. നല്ലവണ്ണം ചൂടാറാൻ വെക്കണേ. ഇതിന് വേണ്ടിയിട്ടുള്ള ബീഫ് കറി നമുക്ക് തയ്യാറാക്കാം. ഒരു 3 ടേബിൾ സ്പൂണ് ഓയിൽ ആഡ് ചെയ്ത് അതിലേക്ക് 3 സവാള ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ ബീഫ്, ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതും കൂടി ആഡ് ചെയ്ത് 3 പച്ചമുളക്, 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച്, 3 തക്കാളി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 3 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പില, മല്ലിച്ചപ്പ് എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഞാനൊരു 10 വിസിൽ വരെ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബീഫ് കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. തിരുള റൊട്ടീൻ്റെ കൂടി കഴിക്കാൻ പറ്റിയ അടിപൊളി കോമ്പിനേഷനാണ് ബീഫ് കറി. നമ്മുടെ സൽക്കാരങ്ങളിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ഈ തിരുള റൊട്ടി. കണ്ണൂർക്കാരുടെ സ്പെഷ്യലാണ് തിരുള റൊട്ടി. എല്ലാവരും ട്രൈ ചെയ്യണം. ലെയർ റൊട്ടി എന്നും പറയും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.